ഓഫീസിൽ പോകാൻ റെഡി ആവാണോ? അതെ, ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആവാണ്. ലേറ്റ് ആയി. ഞാൻ എപ്പോഴും എഴുതുന്ന ഐലൈനർ തന്നെയാണല്ലോ. സൂചിപ്പിക്കാണ്ട് കാര്യം പറ. പൈസ വേണമായിരിക്കും. അതിപ്പോ വേണ്ടത് ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചോളാം. എന്റെ തരണില്ല ചെയ്തു. അതൊന്നും കുഴപ്പമൊന്നുമില്ല. എടി നീ അതൊക്കെ വിട്. നീ ഓർക്കണ്ട, നമ്മള് മുമ്പ് 10ാം ക്ലാസ്സിൽ ടൂർ പോയത് അജ്മല്, ഷഹീർ, അതൊക്കെ ഒരു കാലം. അതുപോലെ എന്ന് പോകാൻ പറ്റുമോ? അതുപോലെ ടൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആണോ? ഒരു കാര്യം ചെയ്യും, ഞാൻ കോടതി എന്നാ ലീവ് എന്നുള്ളത് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് അങ്ങ് പ്ലാൻ ചെയ്ത് പോവാം. അല്ല, ഇതിന് ചെറിയൊരു വേറെ പ്രശ്നമുണ്ട്. എന്താണാവോ? അതായത് പോകുന്നത് ഞങ്ങള് ജെൻസാണ്, ഗൈസാണ്. അല്ല, ഞാൻ എപ്പോഴേ പറഞ്ഞു ഇല്ലാന്ന്. 5-6 ദിവസം ഗോവയില് എനിക്ക് എന്റെ ക്ലാരനെ പിരിഞ്ഞിരിക്കാൻ പറ്റൂലെന്ന് ഞാൻ പറഞ്ഞു. ഗോവയിലാണ് ട്രിപ്പ് എന്ന് മനസ്സിലായി, 5-6 ദിവസം ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഈ ക്ലാരയെ കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് ക്ലാര അതിന്റെ ഹൃദയമാണ്, ഹൃദയത്തിന്റെ ഭാഷയുടെ ഹൃദയത്തിന്റെ ഭാഷ. മറിക്കേ ഉമ്മ ഓരോ ഡയലോഗും പറഞ്ഞു. അല്ല, ആ ഭാഷാന്തര ക്രമയുണ്ടോ? രാമാനുജനുണ്ട്. ഉണ്ട്. വരുന്നുണ്ട്, ഉറപ്പാണോ? എന്നാ പോണ്ട കേട്ടാ. ക്ലാര, നമ്മള് സീറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞായിരുന്നേ. ഇറങ്ങാറായോ മോളെ? ആ, ഇറങ്ങാറായ. ഒരു പിടിച്ചേ. മറന്നു പോകാതെല്ലാം എടുത്തോ. പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛാ, മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. അതൊക്കെ കഴിച്ചോളാം. മോള് വല്ലതും കഴിച്ചോ? ഇല്ല, ഞാൻ ക്യാന്റീനിൽ പോയി കഴിച്ചോളാം. പോയിട്ട് വരാം. അയ്യോ, അമ്മയടുത്ത് കൂടെ പറഞ്ഞേക്കണേ. പറഞ്ഞേക്കാം. ഇതിന്റെ അകത്തിട്ട് സീറ്റൊക്കെ ബുക്ക് ചെയ്തായിരുന്നേ. സീറ്റൊക്കെ ബുക്ക് ചെയ്തത് അവരോട് ക്യാൻസൽ ചെയ്യാം. പേരെടുക്ക്. താഴെ പേരെടുക്ക്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അകത്ത് പറഞ്ഞേക്കാൻ ഞാൻ കേട്ടായിരുന്നു. ആണേ? അപ്പൊ ഇവരെന്റെ കൂടെ വിടത്തില്ലേ? നിന്റെ കൂടെ ഒരു സ്ഥലത്തും വിടുന്നില്ല. നീ ഉള്ളോണ്ട് മാത്രമാണ് ഞാൻ പോണ്ടെന്ന്. അതെന്തോ ടോക്കാടി? എന്താ? ഞാനുള്ളത് കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്, അതറിയാവോ? നീ ഉള്ളോണ്ട് എന്റെ പാവ ചെയ്ത് ഓരോ കുടിയിലും ചെന്ന് വീഴുന്നത് പോലും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ഒരു രൂപക്കൂട് പണിഞ്ഞിട്ട് അതിനകത്ത് അവനെ എടുത്തങ്ങ് വെക്ക്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ആകാശത്തോടെ പോണ പണികളെല്ലാം ഏണിയിട്ട് വാങ്ങിയിട്ട് എനിക്ക് വാങ്ങിച്ചേരണത് ഇവനാണ്. ആന്ന്. അപ്പൊ പിന്നെ ഇവനെയും കൊണ്ട് ഗോവയിൽ പോയി വെറുതെ ഏണി കയറാൻ നിക്കണം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ജാനി. പണിക്കും പോടാ. നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങാം. ചേട്ടനെ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. അവിടെ എത്താന്നാ പറഞ്ഞു. ആണോ? മോളൂ, അമ്മ ലേറ്റ് ആയി, അതുകൊണ്ട് ഓടാണ്. പിന്നെ അതേ ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കരുത്, ബഹളം ഉണ്ടാക്കാതെ കുഞ്ഞുകൂടി ഇരിക്കണേ. വേഗം വരാം കേട്ടോ. ഞാൻ പറഞ്ഞാടി പോണ്ടാന്ന് തന്നെയാണ് എന്റെ തീരുമാനം. ഏതിനെ വിടുന്നുമില്ല. ഓ, നമ്മള് പോവെന്ന് പറഞ്ഞപ്പോ അല്ലെങ്കിൽ തന്നെ നിന്റെ അനുവാദം ആർക്ക് വേണം? നിന്റെ അടുത്ത് അനുവാദം ചോദിക്കാൻ വന്നതല്ല നമ്മള് പോവെന്ന് പറയാൻ വേണ്ടി വന്നതാ. ആ പോക്കങ്ങ പോളു, പിന്നെ തിരിച്ച് ഈ പടി നീ കേറില്ലടാ. അന്ത പടി നീ പൊളിച്ചു മാറ്റി. കൗണ്ടർ നീ അടിച്ചു. നീ ചൊള്ളി രാവിലെ തന്നെ അടിയാണല്ലോ. നീ അങ്ങോട്ട് പോയിട്ട് വരുവാടാ. ഇതെന്തിനാ എന്നോട് ചൂടാവണം? ഞാൻ ചുമ്മാ പുറത്ത് നടക്കാൻ പോയതാ. എന്ത് കഷ്ടം. അല്ല, നീ ഇനി ഇവരോടെ പോവായിരിക്കും ഗോവയ്ക്ക്. അയ്യേ, ഈ കളവന്മാരുടെ ഇവരെന്തിനാ പോവാണെ? ഞാൻ ഇവരോട് പോകുന്നില്ല. കളവൻ നിന്റെ അച്ഛൻ ഗണേശൻ. ഇതാരാ ഇത്ര ലക്ഷറിയായിട്ട്? ഒന്നും പറയണ്ട മീനോട്ടി, എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കരുത്. എല്ലാം ഞാൻ വിശദമായിട്ട് പൊന്നെ. എടി, എന്താ പറ്റിയത് കൈക്ക്? ആരും ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ ചെറുതായിട്ടൊന്ന് വീണതാ. എന്റെ ദൈവമേ, മമ്മിയും പപ്പയും അറിഞ്ഞോ ഇത്? അങ്ങോട്ട് പോകാൻ പറ്റാത്തോണ്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. കുഴപ്പമില്ല, നീ ഇവിടെ റെസ്റ്റ് എടുക്കുക കേട്ടോ. നിനക്ക് വേദനയുണ്ടോ? സുഖമാണല്ലോ. അല്ല, ഒടിഞ്ഞോ? ചെറിയൊരു ഹെയർലൈൻ സാരില്ല കേട്ടോ, നീ റെസ്റ്റ് എടുക്ക്. ലേറ്റ് ആയിട്ട് ഞാനിപ്പോ വരാം. പോയിട്ട് വേഗം വരാം കേട്ടോ. നോക്കണേ. ചെയ്തു എടി, ചേച്ചി ചുമ്മാ ശല്യം ചെയ്തു കേട്ടോ. പോയിട്ട് വരാവേ. എടി, ഓക്കെ ആണോ? പിടിക്കണോ? വേണ്ട, ഞാൻ പരസഹായമില്ലാതെ ആപ്പിൾ കട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചു തരാം. വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ. എന്നാ ചെയ്. ഇങ്ങോട്ട് താഴെ
കുഞ്ഞുമ്മ ഏ. നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയാലോ? ഓ ഞാൻ ഈ ഒറ്റക്കൈയും വെച്ചിട്ട് എന്താ സാമ്പാർ ഉണ്ടാക്കാൻ എന്റെ മീനുട്ടി? എന്റെ കുഞ്ഞുമ്മ 2 കൈ ഇവിടെ ഇരിക്കല്ലേ. അത് രണ്ടും കൂടെ കൂട്ടിയാലും എന്റെ ഈ ഒരെണ്ണത്തിന്റെ അത്രയും വരത്തില്ല. കുഞ്ഞുമ്മ ഓ നമുക്ക് നല്ല സാമ്പാർ ഉണ്ടാക്കിയിട്ട് ആ. 10 പൊറോട്ടയുടെ മേടിക്കാം. പൊറോട്ട സാമ്പാറോ? അയ്യേ. എന്റെ കുഞ്ഞമ്മ ഈ സെയിം എക്സ്പ്രഷൻ ആയിരുന്നു ഉം. എനിക്കിത് ആദ്യം പറഞ്ഞപ്പോ. ആ. പക്ഷെ നല്ല സുടുസുടാ ചുട്ട ചൂട് പൊറോട്ട നമ്മൾ പ്ലേറ്റിലോട്ട് ഇങ്ങനെ ഇടണം. ഇടാം. നല്ല ചൂട് സാമ്പാർ, നല്ല കുറുകിയ സാമ്പാർ എടുത്ത് ഉം. പൊറോട്ടയിലോട്ട് ഇങ്ങനെ ഒഴിക്കണം. ഉം. എന്നിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഉം. അതിനും പൊറോട്ട ഇങ്ങനെ അലിഞ്ഞ് വരും. ഉം. എന്നിട്ട് ആ പൊറോട്ട ഇങ്ങനെ എടുത്തിട്ട് അതിലോട്ട് വെക്കണം. ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഉണ്ടാക്കാം. പിന്നെ സാമ്പാറെങ്കിൽ സാമ്പാർ ഉണ്ടാക്കി കളയാം. എന്തെടുക്കാ രണ്ടുപേരും കൂടെ? ഞങ്ങള് വെറുതെ. ഞാൻ റൂമിലൊക്കെ നോക്കിയായിരുന്നു, കണ്ടില്ല. എന്തിനാ എന്നെ നോക്കിയ റൂമി? അല്ല, കൈ ഫ്രാക്ചർ ആയെന്ന് അറിഞ്ഞു. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നയാ. അത് കുഴപ്പമൊന്നുമില്ല, ഇവരെല്ലാരും ഉണ്ടല്ലോ. അയ്യോ, എന്തോ ഈ കാണിക്കുന്നേ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. നീ നേരത്തെ കോടതി പോകുന്ന കണ്ടല്ലേ? നിനക്ക് കോടതി പോയാ പോരാ? എന്തിനാ ഇവിടെ അതൊക്കെ ഞാൻ പൊക്കോളാം. ഞാൻ ഒരു ഫയൽ എടുക്കാൻ വേണ്ടി വന്നയാ. അല്ല, ഇത് ചെയ്തിട്ട് ഞാൻ പൊക്കോളാം. വേണ്ട, ഫയൽ എടുക്കാൻ വന്നവര് ഫയൽ എടുത്തിട്ട് പോയാ പോരായോ? എന്തോ ഇനി ഇവിടെ കിടന്ന് കറങ്ങുവാ. പറയുന്ന കേക്കാനി, ഇത് വയ്യാതെ കൈ വെച്ചിട്ട് ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. നല്ലൊരു ഗുമസ്തൻ ഉണ്ടായിരുന്നതാ. ചേച്ചിക്ക് ഇത്രയും വള്ളിയൊന്നും ഇല്ലായിരുന്നു. പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തീർത്തല്ലേ, എന്തിനിപ്പോ ഞാൻ ചെയ്തോളാം. വേണ്ടെന്നേ. കുഴപ്പമില്ല നീ. അല്ല, ഇത് ഞാൻ ചെയ്ത് എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അല്ല സാരില്ല, ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. വേണ്ട, അത് ഞാൻ ചെയ്തിട്ട് പൊക്കോളാന്നേ. ഇയാളൊന്ന് വിട്ട് ഇത് ഞാൻ ചെയ്തോളാം. നാട്ടുകാരെ ഓടി വരണേ, ജാനകിച്ചേച്ചിന്റെ കുഞ്ഞമ്മയുടെ കൈ വെട്ടിയേ. എല്ലാരും ഓടി വരണേ. എന്റെ അമ്മേ, എല്ലാരും ഓടി വാ. അച്ഛാ, എന്താ ആരാ വെട്ടി? അയ്യോ ചോര. ഇതെന്ത് പറ്റി? കയ്യിന്ന് വിടാൻ പറ്റൂല. എന്നെ മുറുക്കെ പിടിച്ചോ. എനിക്ക് ചെറുതായിട്ട് തലറങ്ങുന്നുണ്ട്. അയ്യോ ഇത് കൊള്ളാം. പെണ്ണിന്റെ കൈ കയറി പിടിച്ചതവൻ വീണത് പോകുന്നില്ല. എന്തുവാടാ ഇത്? അത് രാമമാമ എന്താ സംഭവം അറിയോ? ആനിക്കുഞ്ഞമ്മ ജാനകി ചേച്ചിയായിട്ട് ഒരു പിടിവല എടുത്തപ്പോ ജാനകി ചേച്ചി കയറി വലിച്ചു. അപ്പൊ കുഞ്ഞമ്മയുടെ കൈ മുറിഞ്ഞ് ആ ചോര കണ്ടിട്ടാണ് ഈ കൊച്ചത്തെ തല ഇറങ്ങി വീണത്. ഓ, അത്രേ ഉള്ളൂ. എടാ ചോര കണ്ടിട്ട് തല ഇറങ്ങി വീണത്, അത് കുഴപ്പമില്ല. പിന്നെ നിന്റെ അനിയനല്ലേ നീ? എന്താടാ എടാ, നിന്റെ എങ്ങടാ ഞാനല്ലേ? നിനക്ക് എന്തോടാ നിനക്കടത്തൂടെ? എടാ എനിക്ക് നടുവേദന. മനുഷ്യരെ സമ്മതിക്കാൻ പറ്റടാ. ഞാൻ നോക്കിയിരിക്കാതെ നിർത്തേ. വേണ്ട 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 വേണ്ട. നോ ബോഡി ടച്ച്. നീ എടുക്കണ്ട. ഇയാളല്ലേ പറഞ്ഞു പിടിക്കാൻ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞു എടുക്കാൻ പറ്റും. നീ പിടിക്കാൻ ആരും വേണ്ട. പിടിക്കണമെന്ന് കൊച്ചച്ചാ, ഓ ഓർത്ത അല്ല ഇത്രയും താമസിക്കുമായിരുന്നെങ്കിൽ ഞാനിവിടെ വന്നിരുന്നല്ലോടാ. പിന്നെ കട്ടയ്ക്ക് കൂടെ എന്നെ കൊണ്ടുപോയില്ല. പിന്നെ കട്ടപ്പുറത്തിരിക്കുന്ന അപ്പൂപ്പനെ. അത് ആനിയുടെ കയ്യിലെ ഒരു ബാൻഡേഡ് ചുറ്റാനുള്ള സമയം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവളെ ചെന്നപ്പോ തന്നെ ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞു. യവനെ ട്രിപ്പ് ഇട്ട് കിടത്തിയതാ സമയം എടുത്തത്. നീ എന്തിനാടാ വെറുതെ അടുക്കളയിലോട്ട് തള്ളിക്കേറി പോയത്? എന്റെ അമ്മ അടുക്കളയിൽ കിടന്ന് ഇവള് വെട്ടുന്നു കുത്തുന്നു ചോര വരുന്നു പറഞ്ഞ് വെച്ചെടുത്താ പിന്നെ മനുഷ്യന്മാരല്ലേ, ആരായാലും ചെന്ന് നോക്കൂലേ? ഞാൻ അങ്ങനെ പോയി നോക്കിയതാ. അത് പിന്നെ കുഞ്ഞമ്മയുടെ കൈ മുറിഞ്ഞ ബ്ലഡ് വരുന്നുണ്ടപ്പോ വെറുതെ ആ ആകാംക്ഷയിലങ്ങ് വിളിച്ചു പറഞ്ഞതാ. ആർക്കും ഒന്നും പറ്റില്ലല്ലോ, എല്ലാരും സന്തോഷിക്കേ സന്തോഷിക്കേ. ആർക്കും ഒന്നും പറ്റില്ല. പിന്നെ ഞാൻ അവിടെ ഞാൻ ഒന്നും പറയണില്ല. ഗോവർദ്ധൻ ഗോവർദ്ധൻ ഞാനാ രജിസ്റ്റേർഡാ. എനിക്കാ? എവിടെന്നാ? എടാ ചെന്ന് വാങ്ങിക്കടാ. ചിലപ്പോ യൂണിവേഴ്സിറ്റി വന്ന കത്തായിരിക്കും. യൂണിവേഴ്സിറ്റി ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്നായിരിക്കും. ചിരിപ്പിക്കല്ലേ ചുമ്മാ ഞാൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റിക്കാരെങ്ങനെ ഞാൻ ഇവിടെ ഉള്ള കാര്യം? എന്താ വെച്ചാ ഇട്ട് കൊറാ ഇത് വന്ന് പൊട്ടിക്ക്. എവിടുന്നാണ്? നോക്കട്ടെ എവിടെ എന്തിനും ഇങ്ങോട്ട് തള്ളിക്കയറി വരണം. ഞാൻ വായിച്ചോളൂ, എനിക്ക് വന്നാത്തല്ലേ. ആദ്യമായിട്ട് ഇങ്ങനെ കൊച്ചാ ജോലിയുടെ കത്തായിരിക്കും, നോക്ക്. ഇവനെന്ത് ജോലി? ഒന്നാമത് കാശ്മീരിൽ വല്ല ഐസ് കട്ടൊക്കെ പെയിന്റ് അടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മുല്ലപ്പൂ ഉണക്കണ കമ്പനിയിൽ മുല്ലപ്പൂ ഉണക്കാനായിരിക്കും. മോനെ ജോലിയുടെ ആണോടാ?
എടാ ജോലിയുടെ വല്ലതാണോന്ന്? അതെ മാ, ജോലിയുടെ ജോലി. ഞാൻ നോക്കട്ടെ. അതിന് തനിക്ക് ഇംഗ്ലീഷ് അറിയോ? അതെന്ന് പറയണ്ട, നോക്കട്ടെ. ഇതേ കണ്ട, ഇത് ജോലി കിട്ടും. ഇത് ജോലി കിട്ടും. ജോലിയാണോ മോനെ? ആമ്മ ജോലിയാണമ്മ. ഇതെന്താ കേസ് എന്നറിയോ? ആദ്യത്തെ ഒരു റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞതാ. ഇപ്പൊ ഒരു രണ്ടാമത്തെ റൗണ്ട് ഇന്റർവ്യൂവിന് ഞാൻ തന്നെ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് അവര് കത്തയച്ചിരിക്കുക. ഇവരൊക്കെ ആര് ജോലി കൊടുക്ക്? എനിക്ക് ജോലി തരാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. കേട്ടില്ല? ചേട്ടൻ ഇന്നേ വരെ ഇതുപോലൊരു ഇന്റർവ്യൂ കാർഡ് ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ? എന്നിട്ട് ചുമ്മാ കയറി ചൊറിയാൻ വരില്ലേ? ഒരു നല്ല കാര്യം നടക്കുന്നതിന്റെ ഇടയിലാണ് ഇയാള് വെറുതെ. എന്താ കമ്പനിയുടെ പേരെന്താ? കമ്പനിയുടെ പേര്, കമ്പനിക്ക് പേരൊക്കെ ഉണ്ട്. നിനക്കെന്താ അറിയത്തില്ലേ? കമ്പനിയുടെ പേര് അറിയത്തില്ലേ? എടോ തനിക്ക് എന്തടോ ഈ ചുമ്മാ കയറി? ഓനെ ജോലി എവിടെ? ജോലി ഇവിടെ അടുത്ത് തന്നെ വെച്ചാ. അതോ? ആ. എളുപ്പമായിരുന്നു. പിന്നല്ലാതെ. ഇതവര് പോസ്റ്റ് ചെയ്തിട്ട് കുറെ നാളായി. നമ്മൾ ഇത്രയും ദിവസം വീട് മാറി കളിക്കായിരുന്നല്ലോ, അതുകൊണ്ട് കറങ്ങി തിരിഞ്ഞ് ഇന്നാ ഇവിടെ വന്നത്. ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇന്നാണ് ഇന്റർവ്യൂ. എനിക്ക് ഇപ്പൊ തന്നെ പോണം. എന്നാലും എവിടെയാന്ന് പറ മോനെ ജോലി? കോടതിയിലാമ്മ. കോടതിയിലോ? നമ്മുടെ കോടതി ഇല്ലേ, ആ കോടതിയുടെ അടുത്ത് ഇവര് പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്. അവിടെ വെച്ചാണ് ഇന്റർവ്യൂ. ചിലപ്പോ ജോലിയും അവിടെ തന്നെ ആയിരിക്കുള്ളൂ, ഭാഗ്യം ഉണ്ടെങ്കിൽ. കമ്പനിയുടെ പേര് എന്താ നിനക്ക് വായിക്കാൻ പറ്റില്ല? ഇവിടെ ഇതെന്തൊരു കഷ്ടമാണ്. എനിക്കൊരു ജോലി കിട്ടാനും പാടില്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂവിൽ ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യും, താൻ എന്റെ കൂടെ ഇന്റർവ്യൂനോ, എന്നിട്ട് അവിടെ നിന്നിട്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. ഇത് വെറുതെ ചുമ്മാ. ഒരിക്കലും നീ രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ചതാ. ഇപ്പൊ അച്ഛന് സന്തോഷമുണ്ടോ മക്കളെ? എടാ കമ്പനിയുടെ പേരെന്ന് പറയണ. ഏട്ടാ കമ്പനിയുടെ ഒരു ജർമ്മൻ പേരാ, അത് പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവൂല. പിന്നെ എന്തിനാ ഞാൻ വെറുതെ പറഞ്ഞിട്ട്? നിന്റെ പേരെന്തോടാ? എന്റെ പേര് ഗോവർദ്ധൻ. അതപ്പം പറഞ്ഞപ്പോ മനസ്സിലായല്ലോ. അപ്പൊ നിന്റെ കമ്പനിയുടെ പേര് പറയുമ്പോ മനസ്സിലാക്കാതിരിക്കാൻ നമ്മൾ എന്തുവാടാ? മണ്ടന്മാരോ? അതെ, എന്ത് കമ്പനിയാ മോനെ? ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാ അമ്മ. അവിടേക്കാ ജോലിക്ക് വിളിച്ചേക്കണത്. നീ പഠിച്ചത് അതല്ലല്ലടാ. നീ ഇവിടെ പോയിട്ട് എന്ത് കൊടുക്കേ? എടോ ഞാൻ പഠിച്ചത് എന്താണെങ്കിലും എനിക്ക് പറ്റിയ പണി ആ കമ്പനിയിൽ ഉണ്ടാവും. അതുകൊണ്ടിട്ടാണല്ലോ അവർ എന്നെ വിളിച്ചത്. അല്ലാണ്ട് ഈ സേതു സാപ്പി വെഡിങ്ങിൽ ഒരു കാര്യമില്ലാണ്ട് തന്നെ വെച്ചോണ്ടിരിക്കണ പോലെ എന്നെ അവിടെ വെച്ചോണ്ടിരിക്കുന്ന അവർക്ക് എന്താ പ്രാന്താ? ജോലി കിട്ടിയപ്പോഴേ നീ ഇങ്ങനെയാടാ? ഇത് എന്താ അഹങ്കാരോടാ നിനക്ക്? പിന്നെന്താ, ജോലി കിട്ടി ഫസ്റ്റത്തെ സാലറി കിട്ടുമ്പോ തന്നെ നീ പറഞ്ഞ എന്തും ഞാൻ നിനക്ക് വാങ്ങിച്ചു തരും കേട്ടാ. നിനക്ക് മാത്രമല്ല, ഇവിടെ എന്നെ ഒരു വിലയില്ലാത്ത എന്നെ പുച്ഛിച്ചോണ്ടിരിക്കണേ എല്ലാവർക്കും. മോനെ നീ വെറുതെ നിന്ന് അവരോട് തർക്കിച്ച് സമയം കളയാതെ നല്ലൊരു കാര്യത്തിന് പുറപ്പെടുകയല്ലേ. ദൈവത്തിനെ പ്രാർത്ഥിച്ച് റെഡിയായി പോവാൻ നോക്കും. അതെ അമ്മ, വെറുതെ ഇവരോട് സംസാരിച്ച് എനിക്കാണെങ്കിൽ ഇന്ന് തന്നെ പോവാൻ വേണം കേട്ടാ. അച്ഛാ, എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം. എന്റെ മോൻ നന്നായി വരും. പിന്നില്ലേ, എനിക്ക് വഴിച്ചെലവനായിട്ട് ഒരു 500 രൂപ എടുക്കാനുണ്ടാവോ? ജോലി കിട്ടി സാലറി കിട്ടി കഴിയുമ്പോൾ ഞാൻ ഇരട്ടിയായിട്ട് തിരിച്ചു തരാം. ഇവിടെ 500, 1000, 5000 തരാം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലയോ? അത് മതി. തുണിയൊക്കെ എടുക്കണ്ടായോ? അല്ല, അതിനും കൂടി ചേർത്ത് അച്ഛൻ തന്നാ മതി. എന്നാ വാ. അനി, ഞാൻ പോയിട്ട് വരാം, പ്രാർത്ഥിക്കണേ. മടി. അച്ഛാ, കൊച്ചച്ഛൻ അഥവാ ജോലി കിട്ടി കഴിഞ്ഞ പിന്നെ അച്ഛൻ ഈ വീട്ടിൽ ഒരു വിലയും കാണത്തില്ല കേട്ടോ. വാ കുഞ്ഞമ്മ, നമുക്ക് പോവാം. അയ്യോ, മീനൂട്ടി പറഞ്ഞത് കറക്റ്റാ. ഇത്രയും നാൾ നീ ഇവിടെ കിടന്ന് സുഖിച്ചില്ലേ? അവനവിടെ 10 പൈസ ഇല്ലാതെ ഒരു ജോലി ഇല്ലാതെ ഇവിടെ കിടന്ന് നടന്നവൻ. അവൻ ആർക്കും ഇവിടെ വില കൊടുത്തിട്ടുണ്ടാ? ഇനി മുതൽ അവൻ രാജാവ്. നീ ഇങ്ങനെ ഇരിക്കേണ്ടി വരുവളിയാ. നിന്റെ കാര്യം ഒരു തീരുമാനമായി. അങ്ങനെയൊക്കെ ആവൂടാ. അങ്ങനെ ആകത്തുള്ളൂ. ഇനി എങ്ങനെ 10 പൈസ ഉണ്ടാക്കാൻ നോക്കും. അതങ്ങനെ ആ ഗോവയിലെ ടൂറിന് പോയി എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ നിന്റെ ഭാര്യ ക്ലാര സമ്മതിക്കത്തില്ല. നീ ക്ലാരയുടെ വാക്കും പിടിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നോ? അളിയാ, ആ ഗോവ ട്രിപ്പ് വേറെ ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് 10 പൈസ കിട്ടത്തില്ലേ? നമുക്ക് എന്തെങ്കിലും പുതിയ പരിപാടി ഉണ്ടെങ്കിൽ 10 പൈസ കയ്യിലുണ്ടാക്കണം. അതിന് നീ നിന്റെ പെണ്ണുമ്പിള്ള പറയണായിട്ട് ഗോവയിലും പോകൂല എവിടെയും പോലും പറഞ്ഞ് ഇങ്ങനെ നിന്നാ നിനക്ക് ആ ഗോവർദ്ധന്റെ പുറകെ വാൽവിട്ട് ആട്ടിക്കൊണ്ട് പോവാം. ഇവിടെ നിന്ന് പുഴുക്കാതെ കയറി പോവാ. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. കുഞ്ഞമ്മ, ഇതിനിപ്പോ എപ്പ മാറുമായിരിക്കും? ഇതൊരു 2 ദിവസത്തെ ശരിയാവുമായിരിക്കും. അയ്യോ, അതല്ല, ഇത് എപ്പ മാറുമെന്ന് ഞാൻ ചോദിച്ചേ. ഇതൊരു 3 ആഴ്ച ഇടണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അല്ല, ശരിക്കും കുഞ്ഞമ്മ എങ്ങനെയാ വീണേ? അന്ന് മീൻറ്റിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതൊക്കെ വലിയ കഥയാണ്. ഇല്ല, ആയാലും ഇല്ലേലും കുഞ്ഞമ്മ ഒന്ന് പറ. അത് ഞാനിങ്ങനെ നടന്നപ്പോ ഹോസ്റ്റലിൽ തെന്നി വീണു. എങ്ങനെ തെന്നി വീണു? അതല്ലേ പറഞ്ഞ തെന്നി വീണു. എന്നിട്ട് കുഞ്ഞമ്മ എന്താ വീട്ടിൽ പോകാത്ത? വീട്ടിൽ പോയാ പപ്പയും മമ്മിയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അവര് പാനിക് ആവും. ഞാനതല്ല കുഞ്ഞമ്മ ആലോചിച്ചത്. കുഞ്ഞമ്മ എന്തൊഴിവ് പറയുമോ? എന്തൊഴിവ്? ഞാൻ പോകുന്നില്ല. എന്തുവാ ഇത്? പോവല്ലേ, ഗോവർദ്ധന്റെ കാര്യമാണ്. പിന്നല്ലാതെ വേറെ ആരുടെ കാര്യവാ? ഇത്രയും നാളും കൊച്ചന് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തോണ്ടല്ലേ കുഞ്ഞമ്മ വേണ്ടാന്ന് പറഞ്ഞത്. കൊച്ചന് ഇപ്പൊ ജോലി കിട്ടാറേ. ജാനകി ചേച്ചി അങ്ങ് തട്ടിയെടുത്തോണ്ട് പോവും. പിന്നെ അല്ല, കുഞ്ഞമ്മയുടെ ശരിക്കുള്ള പ്രശ്നം എന്തുവാ? ഒരു സമയം പറയും
അച്ഛച്ച അടിപൊളിയാണ്. ചില സമയം പറയും "ഇയ്യേ, കൊച്ചച്ഛൻ എന്ത് പ്രശ്നം എന്തുവാ?" അത് 5-8 വർഷമായിട്ടുള്ളൊരു പാറ്റേൺ അല്ലേ, പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റാൻ പറ്റും. കുഞ്ഞമ്മ മാറ്റണം. ഇല്ലെങ്കിൽ ജാനകി ചേച്ചിയുടെ ആ ചുരുണ്ട മുടിയും പിന്നെ ആ ക്യൂട്ട്നെസ് ഒക്കെ കാണിച്ച് ജാനകി ചേച്ചി അങ്ങ് എടുത്തോണ്ട് പോകും കേട്ടോ. അതിനവൾ ഇത്തിരി പുളിക്കും. ഇത്തിരി പുളിച്ചാലും ജാനകി ചേച്ചി കൊച്ചച്ഛനെ അങ്ങ് എടുത്തോണ്ട് പോവും. അതെ, എനിക്ക് അങ്ങനെ പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ പറ്റുന്നില്ല. എന്റെ കുഞ്ഞമ്മ സോഫ്റ്റ് ആയേ പറ്റൂ. ജാനകി ചേച്ചി എന്ന് പറഞ്ഞിട്ട് പോയ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ബന്ധുക്കാരാവാൻ പോവാണ്, പിന്നെ കൊച്ചച്ഛനെ കെട്ടിക്കഴിഞ്ഞ് എനിക്ക് വീട്ടില് അധികാരം കാണിച്ച് നടക്കാന്നൊക്കെ ഓർമ്മയുണ്ടോ? അവളെങ്ങാണോ അവനെ കെട്ടിക്കഴിഞ്ഞാ പിന്നെ എല്ലാം തീർന്നു. എന്റെ കുഞ്ഞമ്മ, അപ്പൊ കുഞ്ഞമ്മ എന്ത് ചെയ്യണം? കുറച്ച് സോഫ്റ്റ് ആവണം. കുഞ്ഞമ്മയുടെ ശരിക്കുള്ള പ്രശ്നം എന്തുവാ? ജാനകി ചേച്ചി കൊച്ചച്ഛനെ കെട്ടുന്നതാണോ അതോ കൊച്ചച്ഛൻ കുഞ്ഞമ്മ അടുത്ത് പോകുന്നതാണോ പ്രശ്നം? എനിക്ക് 2 പ്രശ്നമോ. ഞാൻ പോണത് എന്തുവാ ഇത്? ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇങ്ങനെ ഓടല്ലേ, ഇവിടെ ഒന്ന് ഇരിക്കുക. എന്ത് കുഞ്ഞമ്മ പ്രശ്നം എന്തുവാ? നീ ഇനിയെങ്കിലും സമ്മതിച്ചു കൊടുത്തൂടെ? സമ്മതിക്കാന്നൊക്കെ വെച്ചാ ഈഗോ സമ്മതിക്കുന്നില്ലായിരിക്കും. കുഞ്ഞമ്മ ഇങ്ങനെ ഏകവും വെച്ചോണ്ട് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. ജാനകി ചേച്ചി കൊച്ചനെ അങ്ങ് എടുത്തോണ്ട് പോകും. എനിക്കൊരു ഇച്ചിരി കൂടെ സമയം എന്താ മീനുട്ടി? എന്റെ കുഞ്ഞമ്മക്ക് തരാൻ ഒരു 10 കൊല്ലം കൂടെ തരാം. 8 കൊല്ലം പോരായിരിക്കും കിട്ടിയത്. എന്റെ കുഞ്ഞമ്മ, എന്റെ കല്യാണത്തിന് മുമ്പെങ്കിലും നിങ്ങൾ ഇഷ്ടം പറയൂ. ശ്രമിക്കൂ. ശ്രമിച്ചാ കുഞ്ഞമ്മയ്ക്കുള്ള. ശ്രമിച്ചിരിക്കും. ഹായ്, എങ്ങനെയാണ് ഇന്നത്തെ ദിവസം? അടിപൊളിയായിരുന്നു. അമ്മ അറിഞ്ഞോ? കൊച്ചന് ജോലി കിട്ടാൻ പോവാ. അവന് ജോലിയോ? ആ, അതെങ്ങനെ? കൊച്ചന് ഒരു ഇന്റർവ്യൂ കാർഡ് വന്നു. ആ, അപ്പത്തേക്കിനും കൊച്ചൻ ഇപ്പൊ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയി. ഇത് എപ്പോ നടന്നു ഇതൊക്കെ? അമ്മ പോയതിന്റെ പുറകെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതിൽ ഒരു കാര്യമാണ് ഇത്. കൊള്ളാലോ. എവിടെയാ ജോലി കിട്ടിയെന്ന് പറഞ്ഞോ? ഏതോ ഒരു വലിയ പേര് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. എപ്പോഴാ പോയത്? ലെറ്റർ കിട്ടി അപ്പൊ തന്നെ കൊച്ചൻ പോയി. പിന്നെ വീടൊക്കെ മാറിയില്ല, അതുകൊണ്ട് വരാൻ കുറച്ച് താമസിച്ചു ലെറ്റർ. അതല്ല നാനിന്റെ കുഞ്ഞമ്മ അവിടെ അകത്ത് റെസ്റ്റ് എടുക്കുക. ആണോ? ഹാ, എന്തായാലും അവന് ജോലി കിട്ടിക്കഴിഞ്ഞാ നമുക്കിതങ്ങ് ആഘോഷമാക്കണം അല്ലേ? കൊച്ചൻ എനിക്കൊരു വാക്ക് വന്നിട്ടുണ്ട്. ആ. കൊച്ചൻ എന്തായാലും ജോലി കിട്ടുമല്ലോ, ആ. അപ്പൊ കൊച്ചൻ നമുക്ക് ഫസ്റ്റ് സാലറി വെച്ചൊരു അടിപൊളി ട്രീറ്റ് തരാന്ന്. ആ, എപ്പോഴും നമ്മൾ അവനെ അല്ലേ ഇട്ട് കളിയാക്കി താത്തുന്നത്. ഇത്തവണ തിരിച്ച് അങ്ങോട്ടേക്ക് അവന് നമുക്ക് ട്രീറ്റ് കൊടുക്കാം. സെറ്റ് സെറ്റ്. അല്ല, എന്താണ് ഈ ചിരിക്കുന്നത്? അല്ല ചേച്ചി, ഞാൻ പെട്ടെന്ന് വേറെന്തോ ആലോചിച്ചു. അല്ല, ആനി എന്തി? കുഞ്ഞമ്മ അവിടെ അകത്ത് റെസ്റ്റ് എടുക്കും. അച്ഛനോ പൂപ്പനോ? അച്ഛൻ കൊച്ചൻ അഥവാ രക്ഷപ്പെടുവോ എന്നുള്ള വിഷമത്തിൽ അവിടെ നടപ്പുണ്ട്. അപ്പൂപ്പനാണെങ്കിലോ കൊച്ചനെങ്കിലും രക്ഷപ്പെടുവല്ലോ എന്നുള്ള സന്തോഷത്തിൽ അവിടെ നടപ്പുണ്ട്. നിന്റെ അച്ഛൻ എന്തിനാണ് ഇത്ര സങ്കടം? ആ, എനിക്കറിഞ്ഞൂടെ, ഈഗോ ആയിരിക്കും. ചാൻസ് ഉണ്ട്. ആരാ വന്നേക്കണേ നോക്കിയേ. ജോലിക്കാരനിങ് എത്തിയോ? കൺഗ്രാറ്റുലേഷൻസ്. അല്ല, അതിനുള്ള സമയം ആയിട്ടില്ല. ഇനി ഒരു ഫൈനൽ റൗണ്ട് ഇന്റർവ്യൂ കൂടി ഉണ്ട്. അതിന്റെ ഒരു ചെറിയ ടെൻഷൻ നിന്റെ മുഖത്ത് കിടപ്പുണ്ട്. അല്ല, ടെൻഷൻ അതൊന്നുമല്ല. ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞാലേ ഇനി കിട്ടുന്ന സാലറി ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചിട്ട് അതിന്റെ ഒരു ചെലവ് വേണം കേട്ടോ. ചെലവ് ചെയ്യാം. ചെലവ് എന്തായാലും ചെയ്യുമല്ലോ. അതെ. അല്ല, എന്റെ ജോലി എന്നാടാ? ജോലി ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു. അതിന് നീ മെക്കല്ലായിരുന്നോ? പിന്നെ ഇങ്ങനെ അത് ശരിയാവും? സോഫ്റ്റ്വെയർ കമ്പനിയിലും മെക്കിന്റെ റിക്വയർമെന്റ്സ് ഉണ്ട്. അതുകൊണ്ടിട്ടാണല്ലോ അവർ ഇന്റർവ്യൂവിനെ വിളിച്ചത്, അല്ലാതെ അവർ വിളിക്കില്ലല്ലോ. അല്ല, അപ്പൊ ഈ സപ്ലി ഒന്നും നിന്റെ പ്രശ്നമല്ല? അല്ല, അത് കുഴപ്പമില്ല. അത് അവര് ജോലിക്ക് കയറിയതിനു ശേഷം പതുക്കെ ക്ലിയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നോ പ്രോബ്ലം. സാലറി ഒക്കെ എങ്ങനെയാ? സാലറി ഉണ്ടാവും. അറൌണ്ട് ഒരു 6 to 7 lakhs CTC എന്തായാലും ഉണ്ടാവുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. കൊള്ളാന്നാലും. പിന്നെ ഞാൻ വലിയൊരു ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നതല്ലേ, 3-4 റൗണ്ട് ഉണ്ടായിരുന്നു ഇന്റർവ്യൂ, 5 മണി വരെ. ഞാൻ എവിടെയായിരുന്നു? ഇവിടെ അടുത്തൊക്കെ തന്നെ. പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടെല്ലാം പിന്നെ സംസാരിക്കാം. ആനി എന്റെ അടുത്ത് അപ്പൊ നിനക്ക് റെസ്റ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ലായിരിക്കും. അതല്ല, ഈ കാര്യം അവളുടെ അടുത്തൊന്നും പറയണ്ടേ. ആദ്യം നീ മര്യാദയ്ക്ക് ജോലി ചെയ്യും. കറക്റ്റ് ആയിട്ട് ആ ജോലി കിട്ടി 1 മാസമെങ്കിലും നീ പോവാ നോക്കാം. എന്നിട്ട് മതി സംസാരം. 1 മാസമല്ലേ? 1 മാസമൊക്കെ ഞാൻ പോക്കോളാം കേട്ടോ. കൂടുതൽ ആളാവല്ലേ? എന്തെങ്കിലും പോയതല്ലേ ഉള്ളു. ആ, ജാനകി, നാളത്തെ കേസിനായിട്ട് നമുക്ക് ഒന്നും കൂടെ സ്റ്റഡി ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഫയൽസ് ഒക്കെ എടുത്ത് വെക്ക. ഓ ശരി ചേച്ചി. അമ്മ എനിക്കൊന്നും കൊണ്ടുവന്നില്ല. അയ്യോടോ, അമ്മ വന്നു തന്നെ കുഞ്ഞിന് വേണ്ടിയല്ലേ. കിച്ചണിൽ ചെന്നിട്ട് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരുമോ? ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാം. പറഞ്ഞു. നീ കൂടുതൽ സംസാരിക്കരുത്, ഞാൻ സംസാരിച്ചോളാം. നീ സംസാരിക്കരുത്.
മോശമായി പോയി ക്ലാരെ, വളരെ വളരെ മോശമായി പോയി. എന്ത്? ഗോവയിലേക്ക് ഇവര് വരാൻ പറ്റത്തില്ലെന്ന് നീ പെർമിഷൻ കൊടുക്കണമെന്ന്. അതുകൊണ്ട് ചലിക്കാതെ ഒരൊറ്റ നിപ്പ് നിൽക്കണവൻ. ഓ ചലിച്ചാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവും. ഇത് എന്ത് ന്യായോടി? അപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോകണമെങ്കിൽ അച്ഛന്റെ അമ്മയുടെ അനുവാദം വേണമായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ അനുവാദം വേണം. ഞാനൊരു കാര്യം പറയാം, നീ ഇങ്ങനെ നിന്ന് മുരടിക്കത്തേ ഉള്ളനെയാ. ഒന്ന് പോടാണെന്നു. എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകും. എനിക്ക് ആരുടെയും അനുവാദവും പെർമിഷനും ഒന്നും വേണ്ട. എങ്ങനെ? ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പോകും. എനിക്ക് നിന്റെ അനുവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. നീ കൂടുതൽ കൊസ്റ്റൊന്നും ചെയ്യാൻ നിക്കല്ലേ. അവൻ പോവെന്ന് പറഞ്ഞില്ല, ഞാൻ അവനെ കൊണ്ടുപോകും. കൊണ്ടുപോകും. ഉറപ്പാണോ? ഉറപ്പാ. അച്ഛാ, ഞാൻ രാമനാണ്, അച്ഛൻ ഗണേശൻ. അകത്തിരിപ്പോ മാറടാ. അച്ഛാ, അമ്മേ, അച്ഛനമ്മയെ വിളിക്കുന്ന അച്ഛാ, അച്ഛാ, വേഗം വാ അച്ഛാ, ഒരു കാര്യം പറയാനുണ്ട്. ഇതാണ് കുഴപ്പം, ഇതാണ് കുഴപ്പം. വാ, വാ, വേഗം വാ. എന്താ മോളെ എന്താ വിളിച്ചേ? പിന്നെ സേതുവിന് എവിടെയാ പോണോന്ന്? നീ എവിടെയാ പോന്നെ? എവിടെ പോകണം? ഞങ്ങൾ എവിടെ പോകണം? ഉണ്ട്, ഗോവയ്ക്ക് പോണെന്ന്. ഗോവ. നീ എന്തിനാ ഗോവയ്ക്ക് പോന്നെ? ഗോക്ക് കല്യാണമുണ്ട്, ഞങ്ങളുടെ ഇവന്റ് ഉണ്ട്, ഇവരുടെ കല്യാണം പരിപാടിക്ക് പോണം. ഗോവയ്ക്ക് വേണ്ടി നീടിക്കേ ഔഷധ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് നീ നാട്ടിൽ കടന്ന് ഇടി മേടിച്ചാ മതി. അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. അച്ഛോ ഇങ്ങോട്ട് നോക്ക്. നമ്മളെ കമ്പനി വളരുന്നതിൽ നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലേ? കമ്പനി വളരാൻ വേണ്ടിയാണ് നമ്മൾ ഗോവയിലേക്ക് പോകണം, അല്ലടാ? വാഴയാന്ന് പറഞ്ഞ നടന്ന ഇവന്റെ അനിയന് വരെ ജോലി കിട്ടി. നിന്നെയൊക്കെ എന്തിനടാ? ക്ലാരേ, യവനോടൊന്ന് ഇറങ്ങിപ്പോയാ ഇനി ഈ വീട്ടിനകത്ത് കയറ്റിയേക്കരുത്. ഞാനാ പറഞ്ഞു. ഓക്കെ. കണ്ടാടാ പഞ്ച് ഡയലോഗ് പറഞ്ഞിട്ടും പോയത്. നീ പോ, നിന്റെ അടുത്ത് പോ. ഓ. അയ്യേ. അയ്യോ, ഒരു കാര്യം. അതെ, ഒരു കാര്യം പറയുന്ന അളിയന് ഒന്നും തോന്നരുത്. നീ ഇവിടെ നിന്നിങ്ങനെ മുരടിക്കത്തേ ഉള്ളു. എടാ, പെണ്ണ് കെട്ടാതെ തെക്ക് വടക്ക് നടക്കണം, നീയാണ് മുരടിച്ചിരിക്കണത്. വാ തുറക്കരുത്. ഞാൻ എന്നോട് എന്ന് പറഞ്ഞതാ. മൊരടൻ. അല്ല ജാനകി, ജാനകി നീ വന്നേ. അല്ല ചിരിയാണ്. എന്താ? അല്ല താൻ എന്തിനാ ഇടക്കിടക്ക് എന്നെ കാണുമ്പോ ഇങ്ങനെ ചിരിക്കണേ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നിന്ന് ബാലാമണി എനിക്കത് കാര്യം പറയണേ. അതെ, അദാലത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അയ്യോ, കാര്യമായിട്ടും കയ്യും. അതെ, ഇത് തന്റെ കാലാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിടിക്കുക. ദൈവത്തിന് ഓർത്ത് ഈ കാര്യം ഇവിടെ ആരോടും പറയാം പ്ലീസ്. എടാ ഗോവർദ്ധന, നീ എന്നെ ചതിക്കായിരുന്നല്ലടാ. അതുപോലെ ആനിക്കൊച്ചിനും ചതിക്കായിരുന്നല്ലേ? അതിപ്പോ ക്ലാര ചേച്ചിയോട് എങ്ങനെയാ പറയാതിരിക്കുന്നേ? പറയരുത്. ആദ്യമായിട്ടാ ഞാൻ പറയുന്ന ഒരു കള്ള് ഇത്രയും നേരം പൊളിയാണ്ട് നിൽക്കണേ. ഇനിയിപ്പോ താനായിട്ട് അത് ആരോടും പറഞ്ഞ് പൊളിക്കരുത് പ്ലീസ്. നോക്കാം. ചേച്ചി കണ്ടോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, എടുത്ത് കണ്ടിട്ടുണ്ടാവോ? ചാൻസ് ഉണ്ട്. എടുത്തേക്ക് കോടതിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും പോയിക്കൂടെ? അതവിടെ നിക്കട്ടെ, എന്തിന്റെ അദാലത്താണെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അയ്യോ, ജാനകി അറിഞ്ഞത് എന്താണെങ്കിലും അത് അങ്ങനെ അല്ലാട്ടോ. സത്യത്തിൽ എന്താ സംഭവിച്ചാന്ന് വെച്ചാൽ ഞാനും എന്റെ കൂട്ടുകാരും കൂടി ഒരു വഴിക്ക് പോവായിരുന്നേ. അപ്പൊ അവര് ചെറിയൊരു കുഴപ്പം കാണിച്ചിട്ട് പോലീസുകാർ അവരെ പിടിച്ചു. അപ്പൊ ഞാൻ ഒറ്റക്കായി. അപ്പൊ പോലീസുകാർ പറഞ്ഞു മോനെ എങ്ങനെയാ മോനെ ഒറ്റയ്ക്ക് വിടാ, മോനെ കൂടി പോരെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവരുടെ കൂടെ പോയതാ. പോലീസ് വെറുതെ ഒരു രസത്തിന് പിടിച്ചോണ്ട് പോയതായിരിക്കും. അതെ, അതാണ് സത്യം. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന്. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞ കേക്കൂ. ഇപ്പൊ ഈ പറഞ്ഞ രഹസ്യം ജാനകിയോട് കൂടി തന്നെ മണ്ണിലറിയണം. ഇയാള് കൂടുതൽ ജോർജ് കുട്ടി കളിക്കൊന്നും വേണ്ട. നിനക്ക് ബാലാമണി കളിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ജോർജ് കുട്ടിയും കളിക്കാം. പറയരുത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കോ? ഉറപ്പല്ലേ? അത് മതി. ഭർത്താവേ, മീന് പറഞ്ഞ പോലെ നീ ഇവനെ അടിച്ചെടുക്കോ? ആലോചിച്ചാ മതി. എന്തോ കാര്യം എന്തോ? എന്നെ മോളെ എന്തോ എന്താ മക്കളെ? അറിയില്ല. ഒന്നുമില്ല. എനിക്ക് നിങ്ങളടുത്ത് എല്ലായിടത്തും ഒരു കാര്യം പറയണം. എല്ലായിടത്തും വന്ന് പറയാൻ വയ്യാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ചത്. പെണ്ണെ, ഈ വക പരിപാടി മര്യാദയ്ക്ക് നിർത്തിക്കോട്ടോ. അവസാനം സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോ ഉണ്ടല്ലോ, ഞങ്ങൾ ആരും തിരിഞ്ഞു നോക്കൂല്ലോ നിന്നെ. ഞാൻ നിങ്ങളെ എല്ലാരെയും വിളിച്ചത് എനിക്കൊരു കണ്ടന്റിന് വേണ്ടിയാ. ഹലോ ഗൈസ്, വെൽക്കം ടു മീ നോട്ടീസ് വേൾഡ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ്. ഞങ്ങളെ വീട്ടിലുള്ളവരെ എല്ലാം പറ്റിച്ച ഒരു നാടകം ഇന്നിവിടെ അവസാനിക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് അച്ഛാ, എനിക്ക് അച്ഛൻ്റെ ഒരു ഹെൽപ്പ് വേണം.
അച്ഛാ രാമമാമ കൊച്ചനെ അവിടെ പിടിച്ചോ. അയ്യേ എന്നെ പിടിക്കണതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിലായി എവനുള്ള എന്തോ ആണെന്ന് പറ. ഇവനാണെങ്കിൽ ഇല്ല മോളെ, നീ പറ. ജാനകി ചേച്ചി ഒന്ന് പിടിച്ചേ, റെക്കോർഡ് ചെയ്യണേ. കൊച്ചത് നമ്മളെല്ലാരെയും പറ്റിക്കുമായിരുന്നു. ഏയ് ഞാനാരും പറ്റിച്ചിട്ടൊന്നുമില്ല, ഇവിടെ ചുമ്മാ പറയാ. കാര്യം പറ മോളെ. അപ്പൂപ്പ ഞാൻ ഓരോന്നായിട്ട് പറയാം. ഇവൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ഞാൻ ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യാത്തതിന്റെ പ്രതികാരമാണത് അല്ലേ? കൊച്ചാ ഞാൻ തെളിവ് സഹിതമായിട്ടാ വന്നേക്കുന്നത്. തെളിവാ? എന്ത് തെളിവ്? എന്ത് തെളിവ്? അപ്പൂപ്പ കള്ളൻ നമ്പർ 1 കൊച്ചൻ ജോലി കിട്ടിയെന്ന് പറഞ്ഞത് കള്ളമാണ്. ഗോ. അച്ഛാ നമ്മള് വെറുതെ പറയാ. അല്ല തിരിച്ചു വാ. തിരിച്ചു വാ. കള്ളൻ നമ്പർ 2 കൊച്ചൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു പോയത് കോടതിയിലേക്കാണ്. തിരിച്ചു പോവേമ്മ. കള്ളൻ നമ്പർ 3 അച്ഛൻ നോട്ട് ചെയ്ത് വെച്ചോ. കൊച്ചൻ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചു. കള്ളൻ നമ്പർ 4 കൊച്ചൻ കോടതിയിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൂപ്പന്റെ 500 രൂപ മേടിച്ചോണ്ട് പോയത്. നീ ആ കള്ളത്തരം കൂടെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാരും അടിച്ചിട്ടും എനിക്ക് അടിക്കാൻ പറ്റാത്തതിന്റെ ഈഗോ മനസാക്ഷി ഉണ്ടോ നിനക്ക്? മനസാക്ഷി. എനിക്ക് വേണ്ടി ഒരു കള്ളത്തരം കൂടി കാണിച്ചുകൊണ്ടിരുന്നതും ഉളുപ്പുണ്ടോടാ ഗോവർദ്ധ? നിനക്ക് ഉളുപ്പുണ്ടോ? എനിക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല.